ഹലോ, വെൽക്കം ടു anooptube. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സി പ്രോഗ്രാമിംഗ് ട്യൂട്ടോറിയലിലെ പോയിന്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. പോയിന്ററിൻ്റെ ഫസ്റ്റത്തെ പാർട്ടിൽ നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ് പോയിന്റർ എങ്ങനെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുക, പോയിന്ററിൽ എങ്ങനെയാണ് നമ്മൾ വാല്യൂ അസൈൻ ചെയ്യുക, ആ പോയിന്റർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് വാല്യൂ നമ്മൾ ആക്സസ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനേക്കാളും കുറച്ച് അഡ്വാൻസ് ഉള്ള കാര്യങ്ങളാണ്. പോയിന്ററിൻ്റെ അരിതമെറ്റിക് എന്തൊക്കെയാണ്, പോയിന്റർ കൊണ്ട് നമ്മൾ അറേ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുക, പിന്നെ പോയിന്ററിനെ നമുക്ക് എങ്ങനെയാണ് ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യുക, ആ ഫംഗ്ഷനിൽ എങ്ങനെയാണ് നമ്മൾ റിട്ടേൺ ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കിയിരുന്നതിൻ്റെ ബാക്കിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഐഡിയ എടുക്കുകയാണ്. അപ്പോൾ സാധാരണ നമ്മുടെ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ പ്രോഗ്രാമിലോട്ട് കിടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാ വീഡിയോസും കാണുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സാധാരണ നമ്മുടെ മെയിൻ പ്രോഗ്രാം നമ്മൾ തുടങ്ങും. അപ്പോൾ സാധാരണ നമ്മൾ ഫസ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്നത് പോയിന്ററിൻ്റെ അരിതമെറ്റിക് ആണ്. അപ്പോൾ നമുക്ക് ഇൻറ്റിജറിൻ്റെ ഫ്ലോട്ടിൻ്റെ ഒക്കെ അരിതമെറ്റിക് അറിയാം. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് ഒരു പോയിന്ററായിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യുകയെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കുണ്ട് ഇൻറ്റ് സ്റ്റാർ എക്സ്, ഇൻറ്റ് സ്റ്റാർ വൈ, രണ്ട് ഇൻറ്റിജർ പോയിന്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഇൻറ്റ് സ്റ്റാർ എക്സും ഇൻറ്റ് സ്റ്റാർ വൈ. ഇപ്പോൾ നമുക്ക് രണ്ട് പോയിന്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇൻറ്റ് നം1 ഈക്വൽ ടു 10 ആൻഡ് നം2 ഈക്വൽ ടു 20 ആൻഡ് x ഈക്വൽ ടു ആംപർസെൻഡ് ഓഫ് നം1 ആൻഡ് y ഈക്വൽ ടു ആംപർസെൻഡ് ഓഫ് നം2. ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യുക വെച്ചാൽ ഈ രണ്ട് നമ്പറും കൂട്ടിയിട്ടുള്ള ആൻസർ എനിക്ക് കിട്ടണം. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ എന്താ ചെയ്യുക, നം1 പ്ലസ് നം2. പക്ഷേ നമ്മൾ പോയിന്റർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതെങ്ങനെ ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുക, ഒരു വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പോയിന്റർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് സ്റ്റാർ ഓപ്പറേറ്റർ. ഓക്കെ, സ്റ്റാർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, വാല്യൂ, ആ പോയിന്ററിലുള്ള വാല്യൂ നമ്മൾ എടുക്കുക. ഇൻറ്റ് റിസൾട്ട് ഈക്വൽ ടു സ്റ്റാർ എക്സ്. അപ്പോൾ എന്ത് ചെയ്തു, എക്സിൻ്റെ വാല്യൂ കിട്ടിയില്ലേ, എക്സിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നതിൻ്റെ വാല്യൂ കിട്ടി. ഓക്കെ, അപ്പോൾ എന്താണ് എക്സിൽ സ്റ്റോർ ചെയ്തിരിക്കേണ്ട വാല്യൂ എന്തായിരുന്നു, നമുക്ക് കിട്ടും 10 കിട്ടും. പിന്നെ എന്ത് ചെയ്തു, സ്റ്റാർ വൈ. അപ്പോൾ എന്ത് കിട്ടും, സ്റ്റാർ വൈ എന്ന് പറഞ്ഞാൽ 20 കിട്ടും. ശരിയല്ലേ? ഓക്കെ, നം2ൻ്റെ വാല്യൂ എന്തായിരുന്നു, 20. അപ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് എന്ത് കിട്ടും, റെസിൻ്റെ വാല്യൂ ശരിക്കും എന്ത് കിട്ടണം, 13 കിട്ടണം. അപ്പോൾ നമുക്ക് കിട്ടും നോക്കാം. പ്രിന്റ് ഓഫ്. ഓക്കെ, സേവ് ചെയ്തു ശേഷം ശരി 13 കിട്ടിയില്ലേ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, നമുക്ക് സാധാരണ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, പ്രോഗ്രാം ചെയ്യാം. സാധാരണ നമ്മൾ പോയിന്റേഴ്സ് വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ മൈനസ് എടുത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്. ഇപ്പോൾ ഞാൻ ഓക്കെ, ഈ 4 റിസൾട്ട് നമ്മൾ പ്രിൻറ്റ് ചെയ്യണം. സേവ് ചെയ്തു, അതിനുശേഷം കമ്പൈൽ ചെയ്തു, ഔട്ട്പുട്ട് ചെയ്തു. ഇപ്പോൾ 30 മൈനസ് 10 200 0 എന്ന് കിട്ടിയില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എല്ലാ അരിതമെറ്റിക്കായുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഓപ്പറേഷൻസ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ പ്രോഗ്രാം പോയിന്റേഴ്സ് യൂസ് ചെയ്തുള്ള അരിതമെറ്റിക്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനൊരു ഫംഗ്ഷൻ ആക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് ഡിലീറ്റ് ചെയ്യണില്ല. ഞാനൊരു ഫംഗ്ഷൻ ഉണ്ടാക്കി. ഓക്കെ, അതിൽ നമ്മളിപ്പോൾ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അറേനെ നമ്മൾ എങ്ങനെയാണ് ഒരു പോയിന്റർ വെച്ചിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുക എന്നാണ് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ എഴുതിയിരിക്കുന്നത് വെച്ചാൽ ഒരു ഇൻറ്റിജർ പോയിന്റർ ഒരു ഇൻറ്റിജർ അറേ ഉണ്ടാക്കുകയാണ്. അറേ എന്ന് വരച്ചിട്ട് തന്നെ ഉണ്ടാക്കി. അറേ ഓഫ് 5 ഈക്വൽ ടു, ഓക്കെ, ഞാൻ 5 വരെയുള്ള ഒരു നമ്പറുള്ള ഒരു അറേ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അറേ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അറേനെ നമ്മൾ എങ്ങനെയാണ് ഒരു പോയിന്റർ വെച്ചിട്ട് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ പോകുന്നതാണ് നോക്കാൻ പോകുന്നത്. സിയിൽ അറേ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു, ഒരു അറേയുടെ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ അതിൻ്റെ ബേസ് അഡ്രസ്സിലോട്ടാണ് അത് പോയിന്റ് ചെയ്യാമെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അറേനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഓൾറെഡി അറേ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പോയി നോക്കുക. എന്നിട്ട് സംശയം എല്ലാം തീർത്തതിന് ശേഷം മാത്രം ഈ അറേയിലോട്ട് കിടക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം എന്തെങ്കിലും പോയിന്റർ ഉണ്ടാക്കി. ഇൻറ്റ് അറേ പോയിന്റർ എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റർ ഉണ്ടാക്കി. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഈ അറേ പോയിന്ററിലോട്ട് ഈ അറേനെ അസൈൻ ചെയ്തു. അപ്പോൾ ഈ അറേനെ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും എന്താ അറേ ഓഫ് 0 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ അറേ പേരിനെ കൊടുക്കാം നമുക്ക്. അറേ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ അറേ, അതായത് ഒരു അറേയുടെ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിൻ്റെ ബേസ് ആയിട്ടുള്ള മെമ്മറി അഡ്രസ്സിലോട്ടാണ് അതിനെ പോയിന്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിനെ പ്രിന്റ് ചെയ്യണമെങ്കിൽ 4, ഒക്കെ സാധാരണ അറേനെ പ്രിന്റ് ചെയ്യാറായി. നമുക്ക് ഈ പോയിന്റർ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ നോക്കുന്നത്. ഇൻറ്റ് i ഈക്വൽ ടു 0, i less than 5, i plus plus. ഓക്കെ, ഇനി നമുക്കതിനെ പ്രിന്റ് ചെയ്യണമെങ്കിൽ പ്രിന്റ് ഓഫ് %d. എനിക്ക് എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത്, അറേ പോയിന്റർ സ്റ്റാർ ഓഫ് അറേ പോയിന്റർ. ഇനി എന്ത് ചെയ്യണം വെച്ചാൽ അറേ പോയിന്ററിനെ നമുക്ക് എന്ത് ചെയ്യണം, പ്ലസ് ചെയ്യണം. അപ്പോൾ അറേ പോയിന്റർ പ്ലസ് പ്ലസ് അടിച്ചു. സോറി, നമ്മുടെ പോയിന്റർ ആക്കാൻ മറന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു അറേ പോയിന്റർ നമുക്ക് പ്രിന്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം.
അപ്പോൾ ഞാനിവിടെ നേരത്തെ എറർ വന്നതെന്ന് വെച്ചാൽ നമ്മളുടെ പോയിൻ്റർ എഴുതാൻ മറന്നുപോയി, അതാണ് കാരണം ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനൊന്ന് കമ്പൈൽ ചെയ്തു, അതിനുശേഷം ഞാനൊന്ന് പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഇവിടെ സാധാരണ 1 2 3 4 5 എന്നുള്ളതെല്ലാം പ്രിൻറ്റ് ചെയ്തിട്ട്, അപ്പോൾ ഈ അറയിൽ നമുക്ക് മൊത്തം എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു അറയിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമുക്ക് അറയിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണ പോയിൻ്റർ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറേനെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു അറേനെ നമ്മൾ ഒരു ഫംഗ്ഷനിലോട്ടൊക്കെ പാസ് ചെയ്യുക. ഒക്കെ സിമ്പിളായിട്ട് നമുക്ക് പാസ് ചെയ്യുന്ന എന്ത് ചെയ്ത് കിട്ടാൻ മതി, അറേയുടെ ഒരു പോയിൻ്റർ ആക്കിയിട്ട് പാസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എത്ര വലിയ അറേനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് പാസ് ചെയ്യാൻ പറ്റും, ഒരു ഫംഗ്ഷനിലോട്ട് നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മൾട്ടി ഡയമെൻഷണൽ അറേ ആണെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇങ്ങനെ പോയിന്റേഴ്സ് വെച്ചിട്ടായിരിക്കും പാസ് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഒരു ക്യാരക്ടർ പോയിന്റേഴ്സിനെ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് എന്തായിരുന്നു, ഇൻറ്റിജർ പോയിന്റേഴ്സ് ആയിരുന്നു. അപ്പോൾ നമ്മളിതിനെ വീണ്ടും ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കി. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാരക്ടർ അറേയാണ്. അപ്പോൾ ക്യാരക്ടർ അറിയാൻ എങ്ങനെയാണ് നമ്മൾ പോയിന്റർ വെച്ചിട്ട് ആക്സസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാനെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ക്യാരക്ടർ അറേ ഉണ്ടാക്കണം. അപ്പോൾ ക്യാർ നെയിം ഈക്വൽ ടു, ഞാൻ എൻ്റെ പേരെന്നെ കൊടുത്തു, അനൂപ്. ഇതാണ് നമ്മുടെ ക്യാരക്ടർ അറേ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, ക്യാരക്ടർ അറേ ഉണ്ടാക്കി. അപ്പോൾ എനിക്ക് ഈ നെയിമിനെ നമുക്ക് പ്രിൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ എന്ത് ചെയ്യും, ഫോർ ലൂപ്പ് ഇട്ടിട്ട് പ്രിൻറ്റ് ചെയ്യും. ഫോർ ലൂപ്പ് ഇട്ടിട്ട് നമുക്ക് ANOP അങ്ങനെ ഓരോന്നായിട്ട് പ്രിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സാധാരണ പ്രിൻ്റ് എഫ് എടുത്ത് പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിനൊരു പോയിൻ്ററിലോട്ട് എങ്ങനെയാണ് അതിനെ അസൈൻ ചെയ്യുക എന്നാണ് ഞാൻ നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ക്യാർ സ്റ്റാർ പോയിൻ്റർ ഈക്വൽ ടു നെയിം. എനിക്കിങ്ങനെ സാധാരണ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. അതിനുശേഷം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രിൻറ്റ് ചെയ്യാൻ വെച്ചാൽ സാധാരണ നമുക്ക് പ്രിൻറ്റ് ഓഫ് ക്യാരക്ടറിനെ അറിയാൻ നമ്മളിങ്ങനെ പ്രിൻറ്റ് ചെയ്യുക, നമ്മൾ സാധാരണ പെർസെൻറ്റേജ് എസ് വെച്ചിട്ടാണ് പ്രിൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലും പെർസെൻറ്റേജ് എസ് വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്യാരക്ടർ പോയിൻ്ററിനെ എനിക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് കാണിക്കാം. ഓക്കെ, അനൂപ് പ്രിൻറ്റ് ചെയ്തു, ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ ഒരു ക്യാരക്ടർ അറേനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുക. ഇനി നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് ഈ ക്യാരക്ടർ പോയിൻ്ററിനെ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റും. ക്യാർ PTR1 ഈക്വൽ ടു അനൂപ്, ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും എന്താണ്, ഒരു അറേ ആയിരിക്കും. അതിൻ്റെ ബേസ് അഡ്രസ്സിലോട്ട് ഇത് എന്ത് ചെയ്യും, പോയിന്റ് ചെയ്യും. നമ്മളിങ്ങനെയാണ് സാധാരണ നമുക്ക് എഴുതി വയ്ക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിനെ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പ്രിൻറ്റ് ചെയ്യാം. ഇപ്പോൾ 2 തവണ അനൂപ് എഴുതി കാണിച്ചു അല്ലേ, ശരിയല്ലേ? ഇവിടെ ഞാനത് സ്ലാഷ് ഇട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. 2 തവണ ഇവിടെ അനൂപ് എഴുതി കാണിച്ചു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാധാരണ നമുക്ക് 2 രീതിയിൽ നമുക്ക് ഇതിനെ അസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരു ക്യാരക്ടർ അറേനെ നമ്മൾ പോയിൻ്റർ വെച്ചിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഞാൻ ഇതിനെ വീണ്ടും ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഫംഗ്ഷനിലോട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു പോയിൻ്ററിനെ പാസ് ചെയ്യുക, ആ പോയിൻ്ററിനെ എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുക, ഈ കാര്യങ്ങളാണ്. അതിനുശേഷം ആ ഫംഗ്ഷനിൽ എങ്ങനെയാണ് ഒരു പോയിൻ്ററിനെ റിട്ടേൺ ചെയ്യുക, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷനിലോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമ്മ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫംഗ്ഷനാണ്. വോയിഡ് സമ്മ് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ടാക്കി ഞാൻ. അതിൽ 2 ആർഗ്യുമെൻറ്റ് പറഞ്ഞാൽ എനിക്ക് 2 പോയിൻ്റർ വേരിയബിളാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇതിലോട്ട് പാസ് ചെയ്യുക, ഇൻറ്റ് സ്റ്റാർ എക്സ്. ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് എങ്ങനെയാണ് വരിക, ഇൻറ്റ് സ്റ്റാർ വൈ. ഇതാണ് രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ്. ഇതാണ് രണ്ട് ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, ഈ ഫംഗ്ഷനിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പോയിൻ്റർ വേരിയബിളാണ് പാസ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തത്. സാധാരണ നമ്മൾ ഇൻറ്റിജർ വേരിയബിൾസ് ആണെങ്കിൽ ഇവിടെ സ്റ്റാർ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇത് പോയിൻ്റർ വേരിയബിളാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്ത് സ്റ്റാർ എക്സും സ്റ്റാർ വൈയും നമ്മളോട് കൊടുത്ത്. ഇത് നമ്മൾ എന്ത് ചെയ്താൽ മതി, പ്രിൻ്റ് എഫിൽ സം ഈക്വൽ ടു %d. ഓക്കെ, കോമറ്റിട്ട് എന്ത് ചെയ്താൽ മതി, എനിക്ക് സ്റ്റാർ എക്സ് പ്ലസ് സ്റ്റാർ വൈ പ്രിൻ്റ് ചെയ്ത് കാണിച്ചാൽ മതി. അപ്പോൾ നമ്മൾ സാധാരണ ഒരു സിമ്പിളായിട്ടൊരു ഫംഗ്ഷൻ എഴുതി. നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഒരു പോയിൻ്റർ അരിത്തമെറ്റിക്, ഈ പോയിൻ്റർ അരിത്തമെറ്റിക് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, അതിന് അത്രയും സിമ്പിളായിട്ട് എഴുതാൻ കാരണം കേട്ടോ. നമ്മളിതിന് വേറെ വേരിയബിൾക്കൊക്കെ എഴുതിയിട്ട് വാങ്ങിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ സ്റ്റോർ ചെയ്തിട്ട് വീണ്ടും പ്രിൻ്റ് എഫിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ സാധാരണ എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ തന്നെ കൊടുത്താൽ മതി. അപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പഠിച്ചു, ഒരു പോയിൻ്റർ വേരിയബിൾ വെച്ചിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പഠിച്ചു, ഡിഫൈൻ ചെയ്യാനും പഠിച്ചു, അതിൻ്റെ ഡെഫിനിഷൻ എഴുതാനും പഠിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യണം അല്ലേ. ഫംഗ്ഷനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം എന്താ ചെയ്യാന്ന് വെച്ചാൽ, ആദ്യം എനിക്ക് എന്ത് ചെയ്യണം, ഒരു ഇൻറ്റിജർ വേരിയബിൾ ഉണ്ടാക്കണം. ഇൻറ്റ് num1 ഈക്വൽ ടു 10, ഇൻറ്റ് num2 ഈക്വൽ ടു 20. ഇനി എനിക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇതിന് 2 സംഭവമാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, സം ഓഫ്. ഇത് ശരിക്കും എന്താണ്, പോയിൻ്റർ വേരിയബിൾ ആണല്ലേ. പോയിൻ്റർ വേരിയബിൾ പറഞ്ഞാൽ ശരിക്കും എന്താണ് നമ്മൾ പാസ് ചെയ്യേണ്ട, അഡ്രസ്സാണ് പാസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തിൻ്റെ അഡ്രസ്സ് ആയിരിക്കും പാസ് ചെയ്യേണ്ടത്, ഈ num1ൻ്റെ അഡ്രസ്സും പിന്നെ num2ൻ്റെ അഡ്രസ്സാണ് പാസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ പാസ് ചെയ്താൽ ശരിക്കും എന്താണ് സംഭവിക്കുക, num1ൻ്റെ വാല്യൂ ആണ് പാസ് ചെയ്യണത് അല്ലേ. ശരിക്കും എനിക്ക് എന്താണ് പാസ് ചെയ്യേണ്ടത്, അതിൻ്റെ അഡ്രസ്സാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം എന്തായിരുന്നു, ആംപ്രസൻറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തിട്ട് അതിൻ്റെ അഡ്രസ്സ് കിട്ടും. ഇങ്ങനെ വിളിച്ച് കഴിഞ്ഞാൽ ശരിക്കും എന്താണ് ഇവിടെ സംഭവിക്കുക, num1ൻ്റെ അഡ്രസ്സ് ഇവിടെ പാസ് ചെയ്യും, അത് ഇവിടെ കിട്ടും. num2ൻ്റെ അഡ്രസ്സ് ഇവിടെ പാസ് ചെയ്യും, അത് ഇവിടെ കിട്ടും.
അതിനുശേഷം ഇത് തമ്മിലുള്ള സമ്മ് കണ്ടുപിടിക്കുന്നതോടൊപ്പം പ്രിൻറ്റ് ചെയ്യില്ലേ. അത് വർക്ക് ചെയ്യുന്നത് നോക്കാം. സം ഈക്വൾ ടു 13 കിട്ടിയില്ലേ, ശരിയല്ലേ? അപ്പോൾ 20 + 10 = 13 കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരു ഫംഗ്ഷനിലോട്ട് പോയിന്ററിനെ പാസ് ചെയ്യുക, ഇൻറ്റിജർ പോയിന്ററിനെ പാസ് ചെയ്യുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഫംഗ്ഷൻ എങ്ങനെയാണ് റിട്ടേൺ ചെയ്യുക. ഒരു ഫംഗ്ഷനിൽ നമ്മൾ എങ്ങനെയാണ് ഒരു സാധനം റിട്ടേൺ ചെയ്യുക, അതായത് ഇൻറ്റിജർ എങ്ങനെയാണ് റിട്ടേൺ ചെയ്യുക എന്നൊരു കാര്യം നോക്കാൻ പോകുന്നത്. ഓക്കെ, എനിക്ക് എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷനാണ് ലാർജസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൽ 2 പോയിന്റർ കിട്ടും, ഇൻറ്റ് സ്റ്റാർ എക്സ്, ഇൻറ്റ് സ്റ്റാർ വൈ. 2 വേരിയബിൾസ്, അതായത് 2 ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, അതായത് ഇൻഡെക്സും ഇൻറ്റ് വൈയും. ഇതിൽ ഏതാണ് ലാർജസ്റ്റ് അതാണ് എനിക്ക് റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് അതിൻ്റെ റിട്ടേൺ ടൈപ്പ് എന്തായിരിക്കും? ഒരു പോയിന്റർ ആയിരിക്കും അല്ലേ. അതിൻ്റെ റിട്ടേൺ ടൈപ്പ് ഇൻറ്റ് സ്റ്റാർ ആയിരിക്കും. കാരണം എന്തായിരിക്കും? അത് റിട്ടേൺ ചെയ്യുന്നത് എന്താണ്? ഒരു പോയിന്റർ വേരിയബിളാണ്. അത് എന്തിൻ്റെ പോയിന്ററാണ്? ഇൻറ്റിജർ പോയിന്ററാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് എനിക്ക് ഗ്രേറ്റർ എന്ന് വെച്ചാൽ അതായിരിക്കണം എനിക്ക് റിട്ടേൺ ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ നോക്കണം, ഈഫ് അപ്പോൾ അതിൽ ഏതാണ് വലുത് വെച്ചാൽ അത് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ സം വിളിച്ചു അല്ലേ, ശരിയല്ലേ? ഇനി ലാർജസ്റ്റ് കൂടി വിളിക്കുകയാണ്. അപ്പോൾ ലാർജസ്റ്റ് ഏതാണ് എനിക്ക് പ്രിൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇൻറ്റ് സ്റ്റാർ ലാർജ് ഈക്വൽ ടു ലാർജസ്റ്റ് ഓഫ് ഏത് കൊടുക്കണം? എനിക്ക് ഇത് 2 കൊടുത്താൽ മതിയില്ല എനിക്ക്. ഇനി എനിക്ക് എന്ത് ചെയ്യണം? ഇത് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ പ്രിൻറ്റ് ഓഫ് അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്താ വരിക നോക്കാം. ഇപ്പോൾ ലാർജസ്റ്റ് എന്താണ്? 20 ആണ് അല്ലേ. 10 ൽ 20 ഏതാ വലുത്? 20 ആണ് വലുത്. ഓക്കെ, അപ്പോൾ അത് എഴുതി കാണിച്ചു. സം 30 ആണ്, ലാർജസ്റ്റ് 20 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷനിലോട്ട് നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യുന്നത്, അതൊന്ന് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയത് എന്തായിരുന്നു? ലാർജസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫംഗ്ഷനാണ് നോക്കിയത്. ആ ഫംഗ്ഷനിലോട്ട് എങ്ങനെയാണ് പാസ് ചെയ്യുക, ആ ഫംഗ്ഷനിൽ എങ്ങനെ റിട്ടേൺ ചെയ്യുക, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞു, ശരിയല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത്രയാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിനേക്കാൾ കുറച്ചൊരു അഡ്വാൻസ് ആയിട്ടുള്ളത് നമ്മൾ സ്ട്രക്ചർ ഓൾറെഡി പഠിച്ചാണ്. ആ സ്ട്രക്ചറിനെ എങ്ങനെയാണ് നമ്മൾ പോയിന്റർ വെച്ചിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുക, പിന്നെ ഒരു മൾട്ടിപ്പിൾ അറേനെ നമ്മൾ എങ്ങനെയാണ്, ഒരു മൾട്ടി ഡയമെൻഷണൽ അറേനെ നമ്മൾ എങ്ങനെയാണ് ഒരു പോയിന്റർ വെച്ചിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുക, കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.